ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയാണ്. നല്ല ടേസ്റ്റ് ആണ്. ഇത് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും നീർദോശ, ഗോതമ്പ് ദോശ ഇതിന്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ നല്ല കമന്റ്സും നല്ല നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ടൊമാറ്റോ ചട്നി എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പൊ നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു പിടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണമൊക്കെ എടുത്ത് പൊളിച്ചെടുത്താൽ മതി. ഒരു 2 മീഡിയം സൈസ് തക്കാളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊന്ന് മുറിച്ച് വെക്കണം. ഈ ചുവന്നുള്ളിയൊക്കെ ഞാൻ 2 ആയിട്ട് മുറിക്കുകയുള്ളൂ. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് തക്കാളിയും ഒരുപാടങ്ങ് ചെറുതാക്കുന്നൊന്നുമില്ല, ഒരു 4 or 6 കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കാം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് ഒരു 3 വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. 3 എണ്ണം വേണ്ട, 2 എണ്ണം മതിയാവും. ഞാൻ സാധാരണ 2 എണ്ണം അരയ്ക്കാറ്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ എരിവ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കാം. അപ്പോൾ 3 എണ്ണം എടുത്തിട്ട് 2 എണ്ണം ഇട്ട് അരച്ചതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഉണക്കമുളകൊക്കെ എപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് പെസ്റ്റിസൈഡിൻ്റെ കാര്യം. നന്നായിട്ട് പെസ്റ്റിസൈഡ് ഉണ്ട് ഇതിലൊക്കെ. ഉണക്കമുളക് ഒന്ന് മൂത്ത മണം വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ എണ്ണയിലേക്ക് ഉഴുന്നപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടീസ്പൂൺ ഉഴുന്നപരിപ്പുണ്ട്. ഇത് ഒരുപാട് കളർ അങ്ങ് മാറിപ്പോവരുത്. കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് കഴിയുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. ഉഴുന്നപരിപ്പിൻ്റെ കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞതാണ്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെളുത്തുള്ളിയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നുണ്ട്. നല്ല മൂത്ത മണവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി 2 ആയിട്ടോ 3 ആയിട്ടോ മുറിച്ചിട്ടാൽ മതി. ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട്. ഇപ്പോഴിപ്പോൾ ശ്രദ്ധിക്കണം, അധികമായി പോകരുത്. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ വഴറ്റിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതൊന്നാക്കിയിട്ടില്ല. ഒരു തക്കാളി ഒരു 6 കഷ്ണമായിട്ട് മുറിച്ചതാണ്. ഇനി നമുക്കിതൊന്ന് വഴച്ചെടുക്കാം. ഒരുപാടങ്ങ് വഴച്ചണ്ട. ഞാനിതിൻ്റെ തക്കാളിയുടെ ആ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് വരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഓഫാക്കി എടുക്കാം. ഈ ഒരു ഈസി റെസിപ്പി എനിക്ക് തന്നത് പ്രതിഭയാണ് കേട്ടോ. കുറേ കാലം മുമ്പ് തന്നതാണ്. എനിക്ക് ആരെങ്കിലും ഒരു റെസിപ്പി തന്നാൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഞാൻ അവരെ ഓർക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പ്രതിഭയെ ഓർക്കാണ്. താങ്ക് യു സോ മച്ച് പ്രതിഭ. ഇപ്പം തക്കാളി ഇട്ട് ഒന്ന് വഴറ്റി, കുറച്ച് സമയം ഒന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ. ഇതുണ്ട്, തോല് ഇളകിയിട്ടില്ല. അതായത് തോല് ഇളകി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഒന്നുകിൽ ഈ സമയത്ത് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ വഴറ്റണം. എങ്കിൽ ഈ ഒരു പരുവത്തിനും എണ്ണ തെളിയുന്ന ആ പരുവത്തിനും ഇടയ്ക്ക് വെച്ച് തക്കാളി എടുത്ത് ചട്നി അരച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഒന്നുകിൽ ഈ പരുവത്തിനെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വഴറ്റാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വഴറ്റണം. അല്ല ഈ പരുവത്തിനെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഈ പരുവത്തിനാണ് എപ്പോഴും എടുക്കാറ്. അപ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ ഓഫാക്കിയതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് ടൊമാറ്റോ ചട്നി ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 2 എണ്ണം ഞാൻ ഇടുന്നുള്ളൂ. 2 എണ്ണം മതി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 3 എണ്ണം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉപ്പിട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. സൈഡിൽ നിന്നൊന്ന് തട്ടിയിട്ട് കൊടുക്കാട്ടെ. ഉപ്പൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്, ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. ഉപ്പൊക്കെ ഉണ്ട്, എരിവും ഉണ്ട്. 2 എണ്ണം തന്നെ മതി. ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടെ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ട് വഴറ്റുന്നതിന് മുമ്പ് 1 സ്പൂൺ തേങ്ങ ഇട്ട് അതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി വെച്ച് എന്നിട്ട് തക്കാളി ഇട്ട് ഇങ്ങനെ എടുത്ത് അരച്ചാൽ മതി. ഇതുപോലെ വെള്ളം ചേർത്ത് അരച്ച് പിന്നെ നമ്മളത് ഇതുപോലെ തന്നെ കടുക് പൊട്ടിക്കുകയും വേണം. ഇതിനകത്ത് നമ്മൾ കടുകൊന്നും പൊട്ടിക്കുന്നില്ല.
ഇതിപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നീർദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. തയ്യാറാക്കി കഴിഞ്ഞില്ലേ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുണ്ടാവും. നീർദോശയാണ്. നീർദോശയുടെ വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് നീർദോശയും ടൊമാറ്റോ ചട്നിയും കൂടെ. അടിപൊളി. നല്ല എരിവുണ്ട്. എരിവൊക്കെ ഇത് തന്നെ മതി, ഇനി കൂടുതൽ എരിവൊന്നും വേണ്ട. പിന്നെ രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.